വയനാട് പൂക്കാട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ യൂണിറ്റ് സെക്രട്ടറിയും യൂണിയൻ ചെയർമാനും ഒളിവിൽ കഴിയുമ്പോഴും സംഭവത്തിന് രാഷ്ട്രീയ നിറം നൽകരുതെന്ന പ്രസ്താവനയുമായി SFI. വസ്തുതകളെ വളച്ചൊടിച്ച് SFIയെ ആക്രമിക്കാനുള്ള ശ്രമമാണെന്ന് സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. ആത്മഹത്യ ചെയ്തിട്ട് ദിവസങ്ങൾക്ക് മുൻപ് വിദ്യാർത്ഥി മർദ്ദിക്കപ്പെട്ടതായി കണ്ടെത്തിയിരുന്നുവെന്നും വിഷയത്തിൽ 12 വിദ്യാർത്ഥികളെ കോളേജ് സസ്പെൻഡ് ചെയ്ത ഉടൻ തന്നെ യൂണിറ്റ് കമ്മിറ്റി യോഗം ചേർന്ന് അതിൽ ഉൾപ്പെട്ട 4 പ്രവർത്തകരെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും SFI അവകാശപ്പെട്ടു. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സമഗ്രാന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് SFI വയനാട് ജില്ലാ കമ്മിറ്റി പ്രസ്താവന ഇറക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് കിട്ടിയ അവസരം ഉപയോഗിച്ച് SFIയെ വേട്ടയാടാനും വിദ്യാർത്ഥികൾക്കിടയിൽ നടന്ന സംഘർഷത്തിന് രാഷ്ട്രീയ നിറം നൽകാനും ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായ ശ്രമം ഉണ്ടാകുന്നതെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ഇത്തരം പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ട ഒരാൾക്കും സംരക്ഷണം കൊടുത്ത പാരമ്പര്യം SFIക്കില്ല. ഇനി ഒരാളെയും സംരക്ഷിക്കാൻ SFI ഉദ്ദേശിക്കുന്നുമില്ല. ക്യാമ്പസുകളിൽ എന്തിൻ്റെ പേരിലായാലും ഒരു വിദ്യാർത്ഥി ആക്രമിക്കപ്പെടുന്നതും ആത്മഹത്യ ചെയ്യുന്നതുമെല്ലാം ദൗർഭാഗ്യകരവും SFIക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുമാണ്. ആയതിനാൽ വയനാട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ നടന്ന സംഘർഷത്തെ സംബന്ധിച്ചും വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം നടത്തി മുഴുവൻ സത്യങ്ങളും പുറത്തു കൊണ്ടുവരണമെന്നും ഒരു വിദ്യാർത്ഥിയുടെ മരണം കേവല രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രവർത്തനം വലതുപക്ഷ സംഘടനകൾ അവസാനിപ്പിക്കണമെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് K. അനുശ്രീ, സെക്രട്ടറി PM അർഷോ എന്നിവർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പൂക്കോട് വെറ്റിനറി സർവകലാശാല BVSC വിദ്യാർത്ഥി നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ SFI പ്രവർത്തകരായ 7 പേരാണ് അറസ്റ്റിലായത്. പ്രധാന പ്രതികളായ 12 പേർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും ഇറക്കും. ഒളിവിലുള്ള പ്രതികളെ കണ്ടെത്താനാവാത്ത സാഹചര്യത്തിലാണ് ഈ നീക്കം. കോളേജ് യൂണിയൻ പ്രസിഡന്റും SFI സെക്രട്ടറിയും ഇതിലുൾപ്പെടും. ധീരജ് രാജേന്ദ്രനെ കൊല ചെയ്ത ക്രിമിനലുകളെ ഇടവും വലവും നിർത്തിയാണ് പ്രതിപക്ഷ നേതാവും KSUവും SFIക്ക് ഒരു പങ്കുമില്ലാത്ത വിഷയത്തിൽ SFIയുടെ ചോര കുടിക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ട ഒരാൾക്കും സംരക്ഷണം കൊടുത്ത പാരമ്പര്യം SFIക്ക് ഇല്ല എന്നും പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. എന്നാൽ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യ കൊലപാതകമെന്നാണ് കുടുംബം പറയുന്നത്. സിദ്ധാർത്ഥിനെ കൊന്ന ശേഷം കെട്ടിത്തൂക്കിയതാണ്. സംഭവം ആത്മഹത്യയാക്കി മാറ്റാൻ കോളേജ് അധികൃതരും പോലീസും ശ്രമിക്കുകയാണെന്നും പിന്നിൽ SFIക്കാരാണെന്നും കുടുംബം ആരോപിക്കുകയാണ്. മകനെ കൊലപ്പെടുത്തിയതാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പിതാവ് T. ജയപ്രകാശും അമ്മ MR ഷീബയും ബന്ധുക്കളും. 18-ന് ഹോസ്റ്റൽ ഡോർമെറ്ററിയിലെ കുളിമുറിയിലാണ് സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 14-ന് വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ സീനിയർ വിദ്യാർത്ഥിനികൾക്കൊപ്പം സിദ്ധാർത്ഥ നൃത്തം ചെയ്തതിൻ്റെ പേരിൽ മർദ്ദിച്ചു. 100ഓളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ വിവസ്ത്രനാക്കി അടിച്ചു. ബെൽറ്റ് കൊണ്ട് പലവട്ടം അടിച്ചു. 3 ദിവസം ഭക്ഷണമോ വെള്ളമോ നൽകിയില്ല. ഞാൻ അങ്ങോട്ട് വരുന്നമ്മേ, ആറ്റുകാൽ പൊങ്കാലക്ക് ഇത്തവണ അമ്മയെ ഞാൻ കൊണ്ടുപോകാം. 1.5 മണിക്കൂർ കഴിഞ്ഞ് ഒരു സീനിയർ വിദ്യാർത്ഥി വിളിച്ചു പറഞ്ഞു അവൻ പോയെന്ന്. അവൻ അങ്ങനെ ചെയ്യില്ല. ഞങ്ങളുടെ പൊന്നുമോനെ അവരെല്ലാം ചേർന്ന് അടിച്ചു കൊന്നു കെട്ടിത്തൂക്കിയതാണ്. അവൻ കൊല്ലപ്പെടുന്നതിന് 2 മണിക്കൂർ മുൻപ് ഫോണിൽ സംസാരിച്ചതാണ്. അവൻ്റെ സംസാരത്തിൽ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയും ഇല്ലായിരുന്നു, സിദ്ധാർത്ഥിൻ്റെ അമ്മ പറയുന്നുണ്ട്. സംഭവത്തിൽ കോളേജ് യൂണിയൻ പ്രസിഡന്റ് K. അരുൺ, യൂണിയൻ അംഗം ആസിഫ് ഖാൻ, SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ എന്നിവരുൾപ്പെടെ 12 പേരാണ് പ്രതികളായി പറയുന്നത്. തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് പറയുമ്പോഴും കാര്യക്ഷമമല്ലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.